ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ നാട്ടിലെ അന്യം നിന്നു പോകുന്ന ചില കലാപരിപാടികൾ ഓർത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഈ കപ്പയൊന്ന് പിഴുതെടുത്തിട്ട് ബാക്കി പറയാം. അപ്പസ പിടിയിടാ, പിടി അങ്ങോട്ട് പൊടി. ഓക്കെ. ഒറ്റയ്ക്ക് കപ്പ പിഴുതാൻ വയ്യാത്തതുകൊണ്ട് മോൻ്റെയും കൂടെ സഹായം തേടി. അവന് കപ്പ പറിക്കയിലേക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവനെ കൂടെ ഈ പണി പഠിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലടാ. 2 മൂട് കപ്പയുടെ പിഴുകയാണ്. 2 മൂട് കപ്പയുടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നമ്മൾ കപ്പ തിന്നാനും ചക്ക തിന്നാനും ഒക്കെ കൊതിക്കത്തില്ലേ? ഒരല്പം എല്ലും കറിയുടെ കൂടെ കപ്പയൊക്കെ മുക്കി കഴിക്കാനൊക്കെ ഉള്ള ആഗ്രഹം തോന്നുമ്പോഴേ അവിടുന്ന് ഫ്രോസൺ കപ്പ മേടിച്ച് കഴിക്കാതെ ഇതേമാതിരി നമ്മൾ കൃഷി ചെയ്ത കപ്പ മുറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പറിച്ചെടുക്കാം. ഇതുപോലെ നല്ല വിളവ് കിട്ടുന്ന കപ്പയാണ്. പന്നിശല്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭാഗ്യം കൊണ്ട് ഈ വർഷം കുറച്ച് കപ്പ മുറ്റത്ത് നിന്ന് കിട്ടി. ഇതിനെ അല്പം ഉപ്പേരിക്കപ്പയാക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഇത് വലിയൊരു ആഘോഷമായിരുന്നു. കപ്പ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ കപ്പ പറിച്ച് പുരയിടത്തിൽ തന്നെ കൂട്ടം കൂട്ടിയിട്ടിട്ട് അവിടെ സമീപത്തുള്ള പ്രദേശവാസികളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇതുപോലെ കപ്പ പൊളിച്ച് അല്ലെങ്കിൽ കപ്പ ചിരണ്ടി അത് അരിഞ്ഞ് ഉണങ്ങുന്ന ഒരു പതിവ് നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ടത്തെ കാലത്ത് കണ്ടിരുന്നു. ഞങ്ങളൊക്കെ ആ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ അന്ന് ഒരു വീട്ടിലെ ഒരു പറമ്പിലെ കപ്പ ഉണക്കുകയാണെങ്കിൽ മറ്റുള്ള വീടുകളിലൊന്നും ആ ദിവസം കപ്പ പറിക്കത്തില്ല. ആ വീട്ടിലെ കപ്പ പൊളിച്ച് ഇതുപോലെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂട്ടമായിട്ട് അടുത്ത വീടുകളിലേക്ക് ചെല്ലുന്നത്. വീണ്ടും അവരുടെ പറമ്പിലെ കപ്പ പറിച്ച് നമ്മൾ ഉണക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കപ്പ പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് വട്ടം കപ്പ അരിയുക. അരിഞ്ഞിട്ട് അതിനെ കനം കുറച്ച് ഉപ്പേരിച്ചിനിക്ക് വേണ്ടി ഇതുപോലെ അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചരുവം വെച്ച് വെള്ളം കുറച്ച് ഒഴിക്കാം. ഈ വെള്ളം ഒഴിച്ച് ഇട്ടു. നമ്മളതിലേക്ക് ഇനി ഒരു നല്ലൊരു തീ കൊടുക്കാം. ഇപ്പം ഇങ്ങനെയും തീ കൊടുത്ത് കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാവർക്കും ഗ്യാസും കാര്യങ്ങളും ഒക്കെയാണ്. എങ്കിലും നമ്മൾ ആ പഴയ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു 3 കല്ല് കൂട്ടി ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി പതുക്കെ അതിലേക്ക് തീ കൊടുക്കുക. ഇഷ്ടംപോലെ വിറവുണ്ട്. കാലത്താരും വിറവൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് വിറവൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഗ്യാസിനെക്കാട്ടി വേഗത്തിൽ തീ കത്തി. ഇപ്പം തന്നെ വെള്ളം തിളയ്ക്കും. ഒരല്പം മെനക്കെട്ട പണികളാണെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് കഷ്ടപ്പെട്ട് ഈ കപ്പയൊന്ന് വാട്ടിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നമ്മുടെ പറമ്പിൽ കപ്പയില്ലെങ്കിലും നമുക്കൊരു വർഷക്കാലം സുഖമായിട്ട് ഈ കപ്പ നമ്മുടെ വീട്ടിൽ ഉണങ്ങിയിരിക്കും. അതെടുത്ത് നമുക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് കഴുകിയെടുക്കണം. അതിനായി നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഈ കപ്പ എടുത്തിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കുകയാണിപ്പോൾ.
പണ്ടൊക്കെ ആണെങ്കിൽ ക്വിൻ്റൽ കണക്കിന് കപ്പ ഉള്ളത് കൊണ്ട് നമ്മളിത് അരിഞ്ഞെടുക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ പകൽ രാവിലെ കപ്പയെല്ലാം പിഴുതെടുത്തിട്ട് ഒരു 3 മണിയോടുകൂടി കപ്പയെല്ലാം ചിരണ്ടി വൈകിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് വെളുപ്പിനെയാണ് നമ്മൾ ഇത് വാട്ടാനായിട്ട് അടുപ്പിൽ വെക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഇത് ചെയ്താൽ മതി. ഇപ്പം ഞങ്ങൾ രാവിലെയാണ് തുടങ്ങിയത്. തീ ഒരല്പം കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കഴുകി വെച്ച കപ്പ, കഴുകിയെടുത്ത കപ്പ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വേണ്ട, നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് തന്നെ ഈ കപ്പ ചെറുതായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഉണ്ടോ? ഇതിപ്പോൾ നമുക്ക് ഒരു ചരുവം കപ്പയുണ്ട്, നമുക്ക് എല്ലാം കൂടെ ഒരു ചരുവം കപ്പയുണ്ട്. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് തന്നെ ഈ ഒരു ചരുവത്തിലേക്ക് ഇട്ട് ഒന്നിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിഭാഗം നമുക്ക് കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തവി ആയതുകൊണ്ട് നമുക്ക് ആ തവിയിൽ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു കമ്പിട്ട് അന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം കപ്പ വേവായിട്ടുണ്ട്. അത് നമുക്ക് ഒരു കൊട്ടയിലേക്ക് പെട്ടെന്ന് പകർന്നെടുക്കണം. തീ കുറച്ചിടുക. തീ കുറച്ചിട്ടിട്ട് ഒരുപാട് വെന്ത് പോകരുത്, ഒരുപാട് വേകാത്ത പരുവത്തിന് ചെറിയൊരു വാട്ടൽ കിട്ടിയാൽ മതി നമുക്ക്. ഇത് ഉപ്പേരി കപ്പയ്ക്കാണ്. അധികം വെന്ത് പോയാൽ ഇത് കപ്പ നമ്മൾ ഉണങ്ങുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. ആ പൊടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഒരു മീഡിയം വേവിന് ഇത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. ഇതുപോലൊരു കൊട്ടയുണ്ടെങ്കിൽ നല്ലതാണ്. കൊട്ടയിൽ നിന്ന് വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ മുഴുവനും കപ്പ കോരി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെള്ളം, പച്ചവെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പശപ്പും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിത് വെയിലത്തേക്ക് ഒന്ന് ഉണങ്ങാൻ സഹായത്തിന് എനിക്ക് എൻ്റെ സഹോദരി കൂടിയുണ്ട്, ചേട്ടത്തിയുണ്ട്, മകനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരെ ഒന്നും വിളിക്കാനുള്ള കപ്പയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ടെറസിൽ വന്ന് ഒരു ഷീറ്റ് വിരിച്ച് അതിലേക്ക് കപ്പ ഇങ്ങനെ ഞങ്ങൾ നിരത്തി. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് പതുക്കെ അത് നിരത്തി കൊടുക്കുക. നിരത്തുന്ന സമയത്ത് കപ്പ പൊടിഞ്ഞു പോകരുത്, സൂക്ഷിച്ച് നിരത്തുക. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ കിടക്കട്ടെ, വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരിച്ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ തന്നെ ഇതേപോലെ കിലുകില സൗണ്ടായി ഉണ്ടോ. ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഒരടപ്പുള്ള പാത്രത്തിൽ ഇത് അടച്ചു വെക്കുക. മാസങ്ങളോളം ഇതിരുന്നോളും. തണുപ്പുള്ള കാലാവസ്ഥയിലെ മഴയുള്ളപ്പോഴേ നല്ല ഇടിയും മിന്നലും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ ഇവനെ എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കട്ടൻ കാപ്പി ഇതോടെ ഇങ്ങനെ കുറച്ച് 4 മണിക്കൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനമുണ്ട്. പണ്ടത്തെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രം. ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞാൻ 2 കാര്യമാണ് ലക്ഷ്യം വെച്ചത്. ഒന്ന്, എൻ്റെ മക്കളെ ഈ പ്രവർത്തനങ്ങളും ഈ പ്രക്രിയകളും ഒക്കെ ഒന്ന് നേരിൽ പഠിപ്പിക്കുക, കാണിക്കുക എന്നുള്ള ലക്ഷ്യം. അവർക്ക് ആദ്യമായിട്ട് ഇതൊന്ന് കാണാനുള്ള അവസരം ഇപ്പോഴാണ് ഉണ്ടായത്. ഒപ്പം വിദേശത്തായിരിക്കുന്ന ഞങ്ങൾക്ക് 2 കിലോ കപ്പ അല്ലെങ്കിൽ 4 കിലോ കപ്പ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ നമുക്കിത് വേവിച്ച് വേണമെങ്കിലും കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉപ്പേരിച്ചീനി, നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെയല്ലേ അവിടെ, ഉപ്പേരിയൊക്കെ വറുത്ത് നമുക്ക് തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ കുറച്ച് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടും. അപ്പോൾ ഇതുപോലെ അവധിക്കൊക്കെ വരുന്ന സമയത്ത് കറങ്ങി നടക്കാതെ വീട്ടിലെ ചെറിയ ചെറിയ പണികളിലൂടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കും നേട്ടം, ഒപ്പം മനസ്സിനും കുളിർമയേകുന്ന ഒരു സന്തോഷം ലഭിക്കും. ഇതുപോലെ ഉപ്പേരിച്ചീനി വറുത്ത് കോരി ഇങ്ങനെ നമുക്ക് പാത്രത്തിലകത്ത് അടച്ചു വെച്ച് ആവശ്യാനുസരണം കഴിക്കാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.